ഇന്നത്തെ നമ്മുടെ ഈ യോഗം പാർട്ടിയുടെ പ്രവർത്തന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലങ്ങുറപ്പിക്കണം. കാരണം കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് വെച്ച് പാർട്ടിയുടെ സമാരാധ്യനായ ദേശീയ അധ്യക്ഷൻ, കേന്ദ്ര മന്ത്രി കൂടിയായിട്ടുള്ള JP നഡ്ഡാജി പങ്കെടുത്ത ഒരു സംസ്ഥാന യോഗം നടന്നിരുന്നു. പുതിയതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നിയോഗിക്കപ്പെട്ട കാര്യകർത്താക്കൾ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗമാണ് കൊല്ലത്ത് ചേർന്നത്. ആ യോഗത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കേരളത്തിൽ നാം വരുത്താൻ ആഗ്രഹിക്കുന്ന പരിവർത്തനം, നമ്മുടെ പാർട്ടിയെ സക്രിയമാക്കാൻ, സജീവമാക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ ആശയാദർശങ്ങൾ മുഴുവൻ നാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പുതിയൊരു കേരളത്തിന്റെ സൃഷ്ടിക്കുതകുന്ന തരത്തിൽ പാർട്ടിയെ സജീവമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഊട്ടിയുറപ്പിച്ച സമ്മേളനമായിരുന്നു ആ സമ്മേളനം. അതിനെ തുടർന്ന് അതേ മാതൃകയിൽ പാർട്ടിയുടെ എല്ലാ സംഘടനാ ജില്ലകളിലും 30 ജില്ലകളിൽ പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട കാര്യകർത്താക്കന്മാർ, ജില്ലാ സമിതി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, ആ ജില്ലയിലെ സംസ്ഥാന ഭാരവാഹികൾ, അവിടെയുള്ള മറ്റ് ചുമതല വഹിക്കുന്ന ആളുകൾ, അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമ്പൂർണ്ണ ജില്ലാ സമിതി യോഗം മുഴുവൻ ജില്ലകളിലും കേരളത്തിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമ്മേളനമാണ് നമ്മുടെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന സമ്മേളനം. അപ്പൊ ഇത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സദാനന്ദ മാഷക്കുള്ള സ്വീകരണ സമ്മേളനമാണ് എന്നാരും ധരിച്ചേക്കരുത്. പാർട്ടിയുടെ നിയോഗം അനുസരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതും സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടതും ഞാനാണ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ മാഷക്ക് സ്വീകരണം കൊടുക്കാനുള്ള ഒരു പരിപാടി എന്നാരും ധരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തുടക്കത്തിൽ തന്നെ. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പാർട്ടിയുടെ തുടർന്ന് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ പ്രവർത്തിച്ച് മുന്നേറേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെടാനും അതിനുതകുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള പ്രതിബദ്ധതയുമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് മടങ്ങേണ്ടത്. നമ്മൾ ഓരോരുത്തരും പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട സക്രിയരായ പ്രവർത്തകരാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടിയുടെ പ്രാഥമികമായ കാര്യങ്ങൾ എന്താണ്, പാർട്ടിയുടെ പ്രവർത്തന ശൈലി എന്താണ്, പാർട്ടിയുടെ നയപരിപാടികൾ എന്താണ്, പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ, ഇതൊന്നും വലിയ ഉത്ബോധനത്തിലൂടെ മനസ്സിലാക്കേണ്ടവരല്ല നമ്മളാരും. ഇതൊക്കെ ദീർഘനാളായി പാർട്ടിയുടെ പ്രവർത്തന പഥത്തിൽ നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മൾ എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അടുത്തത് എന്ത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി എന്ത്, അടുത്ത നിമിഷം മുതൽ എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? എന്നിൽ പാർട്ടി അർപ്പിച്ചിരിക്കുന്ന വലിയൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ മേലെയാണ് നമ്മളിപ്പോ പാർട്ടിയുടെ ചുമതലയിലേക്ക് വന്നത്. ആരെങ്കിലും ഒരാളെ മാനസികമായി വ്യക്തിപരമായി സന്തോഷിപ്പിക്കണം എന്ന് അഭിനയിക്കട്ടെ, ജില്ലാ ഭാരവാഹിയാക്കി നിശ്ചയിക്കാം. അങ്ങനെയല്ല പാർട്ടിയുടെ രീതി. മറിച്ച് ഇന്ന ആൾക്ക് ഇന്ന ചുമതല കൊടുത്താൽ പാർട്ടിക്ക് അത് ഗുണമുണ്ട്, സമൂഹത്തിന് ഗുണമുണ്ട്. പാർട്ടിയുടെ ശാക്തീകരണത്തിന് സമർപ്പിതരായി പ്രവർത്തിക്കുന്ന ഒരു കാര്യകർത്താവായിട്ട് പാർട്ടിയുടെ പ്രവർത്തന ഗണത്തിൽ ടീം കാസർഗോഡ് എന്ന തരത്തിലേക്ക് മനസ്സിനെ പരുവപ്പെടുത്തി പാർട്ടിയുടെ വക്താക്കളായി, പ്രയോക്താക്കളായി ജനസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായജിയുടെ ജന്മദിനം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷിച്ചു.
സെപ്റ്റംബർ മാസം 25 അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായിരുന്നു. പൂർണ്ണ സമയം രാഷ്ട്രസേവനത്തിനായി വിനിയോഗിക്കണം എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും ഉയർന്ന തലത്തിൽ പരീക്ഷയിൽ ജയിച്ച് സ്വർണ്ണ മെഡലൊക്കെ നേടി വിജയിച്ചു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് നല്ല ജോലി സമ്പാദിക്കാനും ധാരാളം പണം സമ്പാദിക്കാനും അതുവഴി സമ്പന്നമായ ജീവിതം നയിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ദീൻദയാൽജി ചിന്തിച്ചത്, ഞാൻ നേടിയ വിദ്യാഭ്യാസം, ഞാൻ നേടിയ അനുഭവങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ, ഇതൊരു കരുത്തായി സ്വീകരിച്ച് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കണം എന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം സംഘത്തിന്റെ പ്രചാരകനാവുന്നത്. സംഘപ്രചാരകനായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നമ്മുടെ നാടിന് ഇണങ്ങുന്ന, നമ്മുടെ നാടിന്റെ മനസ്സിനും മസ്തിഷ്കത്തിനും ഇണങ്ങുന്ന, നമ്മുടെ നാടിന്റെ പ്രതിഭയ്ക്കിണങ്ങുന്ന ഒരു രാജനൈതിക പ്രസ്ഥാനം വേണം ഇനി ഈ ഭാരതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ ജനങ്ങളിൽ സ്വാധീനം നേടിയ ഒരു രാഷ്ട്രീയ കക്ഷി, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വലിയ ജനമുന്നേറ്റത്തിന്റെ മുഖമായി വർത്തിച്ച ഒരു പാർട്ടി ഇനി അങ്ങോട്ട് ഈ നാടിനെ നയിക്കാൻ ധാർമ്മികമായ ശേഷി ഇല്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. അതിന്റെ അവതാര ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ ഈ ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ, ഭാരതത്തിന്റെ പ്രകൃതിയെ, പ്രതിഭയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അതിനിണങ്ങുന്ന ഒരു പ്രസ്ഥാനം വേണം ഈ മണ്ണിൽ എന്ന ചിന്തയോടെ ഒരു പുതിയ രാജനൈതിക പ്രസ്ഥാനം വേണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘചാലക് പൂജനീയ ഗുരുജിയെ സമീപിച്ചു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. പരമപൂജനീയ ഗുരുജി എല്ലാ ആശീർവാദങ്ങളും നൽകി. നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാണ്, നിങ്ങളുടെ വീക്ഷണം ശരിയാണ്, ലക്ഷ്യബോധമുണ്ട്, അപ്പോൾ മുന്നോട്ട് പോയിക്കൊള്ളുക. അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ടത് എനിക്ക് എന്റെ കൂടെ പ്രവർത്തിക്കാനും അതിനിണങ്ങുന്ന കുറച്ച് ആളുകളെ തരണം എന്നാണ്. അങ്ങനെയാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അദ്ദേഹം അന്ന് ഉത്തർപ്രദേശിൽ സംഘത്തിന്റെ പ്രാന്ത പ്രചാരകരായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അഡ്വാനിജി, സുന്ദർ സിംഗ് ഭണ്ഡാരിജി, യാദവറാവു ജോഷിജി, അങ്ങനെ മുഴുവൻ ഭാരതത്തിലുമുള്ള ഏറ്റവും മിടുക്കരായ രാജനൈതിക പ്രസ്ഥാനത്തെ നയിക്കാൻ, ആ പ്രസ്ഥാനത്തിന് വിജയം നേടിക്കൊടുക്കാൻ കഴിയുന്ന സംഘാടക ശേഷിയുള്ള, രാഷ്ട്രബോധമുള്ള, സമർപ്പണ ഭാവമുള്ള ആളുകളെ വേണം എന്ന നിലയ്ക്ക് നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ആളുകളെയൊക്കെ ജനസംഘത്തിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം വിട്ടുകൊടുത്തു. അപ്പൊ എന്തായിരുന്നു ചിന്ത? നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഈ മണ്ണിൽ വേരുറപ്പിക്കാൻ, വിജയം കൈവരിക്കാൻ, ജനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ അതിനായി നിയോഗിക്കുക. വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആലോചനയുടെ ഭാഗമായി പാർട്ടിയുടെ ചുമതലയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അതാണ് പാർട്ടി നമ്മളിൽ അർപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത്. പരമപൂജനീയ ഗുരുജി ശ്യാമപ്രസാദ് മുഖർജി ഒന്ന് ചോദിച്ചപ്പോ, ഒരാളെ വേണം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ദീൻദയാൽ ഉപാധ്യായയെ നിശ്ചയിക്കാൻ കാരണം അദ്ദേഹത്തിനുള്ള വിശ്വാസമാണ്. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അഡ്വാനി, ഇവരെയൊക്കെ അതിലേക്ക് നിശ്ചയിക്കാനുള്ള കാരണം അവർക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് എന്ന ബോധ്യമാണ്. അതൊരു വിശ്വാസത്തിന്റെ പ്രകടനം കൂടിയാണ്. ആ വിശ്വാസം നമ്മുടെ കടമയായി സ്വീകരിക്കുക നമ്മൾ എന്നാണ് ചിന്തിക്കേണ്ടത്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ കാര്യകർത്താക്കളോട് ആദ്യമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മളോട് ഈ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒരു കാര്യകർത്താവായിരിക്കും. പക്ഷെ ആ കാര്യകർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് മുഴുവൻ പാർട്ടിയുടെയും വിശ്വാസം എന്ന നിലയ്ക്കാണ്. അത് ഒരാളിലൂടെ നമ്മളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ രണ്ടുപേരിലൂടെ നമ്മളിലേക്ക് വരുന്നു. നമുക്ക് സ്വയം തോന്നുന്നു എനിക്കും പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കണം, സ്വാഭാവികമാണ്. അതിനുള്ള ഒരു അവസരം എനിക്ക് വേണം. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അവരെ എല്ലാവരെയും, ഈ പറഞ്ഞ തരത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ പാർട്ടിയുടെ സമ്പൂർണ്ണ ജില്ലാ സമിതി രൂപീകരിച്ചു. അതിന്റെ ആദ്യത്തെ യോഗം. ഈ ബോധ്യവും ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ തുടർന്ന് അങ്ങോട്ട് എന്ത് എന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല.
ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നിരവധി വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സ്വപ്നം നൽകിയിട്ടുണ്ട്. ആ സ്വപ്നമാണ് വികസിത ഭാരതം. സംഘത്തിന്റെ ശാഖയിലൊക്കെ പോയി പൊതുപ്രവർത്തനം ആരംഭിച്ച ആളുകളായിരിക്കും കൂടുതൽ പേര് ഇവിടെ ഇരിക്കുന്നവർ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ദൈനംദിനം സംഘസ്ഥാനിൽ ചൊല്ലി ശീലിച്ച പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട്. പരം വൈഭവം നേടുകയത്. എന്റെ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവമാണ് എന്റെ ജീവിത ലക്ഷ്യം. പരമമായ വൈഭവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായജി ഏകാത്മമാനവ ദർശനം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിന്റെയും ജീവിത സൗഭാഗ്യങ്ങളുടെ സാക്ഷാത്കാരം. പട്ടിണിയില്ലാത്തവർ, പരിവട്ടമില്ലാത്തവർ, യാതന അനുഭവിക്കാത്തവർ, ദുരിതങ്ങളില്ലാത്തവർ. പട്ടിണി എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കരുതൽ പരത്തുന്നതാണ്. വിശപ്പടക്കാൻ കഴിയാത്ത അനേകമായ കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇനി നമുക്ക് പറയാൻ കഴിയുക. കാരണം കഴിഞ്ഞ 11 വർഷമായി 2014 ഭാരതത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി 25 കോടി ആളുകളെ, പട്ടിണിക്കാരായിരുന്ന ആളുകളെ ദാരിദ്ര്യമുക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അനേകം ക്ഷേമ പദ്ധതികളിലൂടെ നമ്മുടെ ഈ ഭാരതത്തിൽ വസിക്കുന്ന അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ വ്യക്തിയുടെയും സംതൃപ്തമായ ജീവിതം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒട്ടനേകം പദ്ധതികൾ, 100 കണക്കിന് ക്ഷേമ പദ്ധതികൾ ഈ വർഷങ്ങളിൽ ഭാരതത്തിൽ നടപ്പിലാക്കി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. മതത്തിന്റെ പേരിൽ നമ്മൾ ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. ജാതിയുടെ പേരിലുള്ള വിവേചനമില്ല. വിദ്യാഭ്യാസത്തിന്റെ പേരിലുള്ള വേർതിരിവുകളില്ല. ലിംഗത്തിന്റെ പേരിലുള്ള ഭേദങ്ങളില്ല. പ്രായത്തിന്റെ പേരിലുള്ള മാറ്റി നിർത്തലുകളില്ല. ഗർഭസ്ഥ ശിശു മുതൽ മരണം കാത്തിരിക്കുന്ന വന്ധ്യവയോധികരെ വരെ സംരക്ഷണത്തിന്റെ തണലിൽ നിർത്താൻ കഴിയുന്ന പദ്ധതികൾ ഇന്ന് ഭാരതത്തിലുണ്ട്. ഈ പദ്ധതികൾ നിർവഹിക്കപ്പെടുന്നതിലൂടെ നാം സ്വപ്നം കാണുന്നത് വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ വികസിത കേരളം സാധ്യമാകണം. അതുകൊണ്ട് കേരളത്തിലെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വികസിത കേരളം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണം. വികസിത ഭാരതത്തിന് വികസിത കേരളം വേണം. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ വികസിത ജില്ലകൾ വേണം. വികസിത കാസർഗോഡ് വേണം. വികസിത കാസർഗോഡ് സാധ്യമാകണമെങ്കിൽ വികസിത മഞ്ചേശ്വരം, വികസിത ഉപ്പള, വികസിത ഉദുമ, വികസിത അങ്ങനെ പോണം. പഞ്ചായത്തുകൾ വികസിക്കണം, ജില്ലകൾ വികസിക്കണം. പഞ്ചായത്തുകൾക്ക് താഴെ വാർഡുകളിൽ വികസനം ഉണ്ടാകണം. വാർഡുകൾ ബൂത്തുകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ബൂത്തുകളിൽ വികസനം ഉണ്ടാകണം. ബൂത്തുകളിലെ വീടുകളിൽ വികസനം ഉണ്ടാകണം. അങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ അവസാന വരിയിലെ അവസാനത്തെ ആളുടെയും ഉദ്ധാരണം നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. ആ നമ്മളിൽ അർപ്പിതമായിട്ടുള്ളത്. ഒരു ജില്ലാ അധ്യക്ഷ, അല്ലെങ്കിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാര്, അല്ലെങ്കിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കേണ്ടവരല്ല. അത് പാർട്ടിയുടെ ചുമതല മാത്രമല്ല. പാർട്ടി നിയോഗിക്കപ്പെട്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യത്യസ്തരായ വ്യക്തികൾ, അവരോരോരുത്തരും ചിന്തിക്കുന്നത് ഇതാണ്: വികസിത ഭാരതത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടതുണ്ട്? എന്റെ പാർട്ടിയെ സക്രിയമാക്കേണ്ടതുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഘടകം സജീവമാകേണ്ടതുണ്ട്. ഞാനിപ്പോൾ മണ്ഡലം പ്രസിഡന്റാണ്. എന്റെ മണ്ഡലത്തിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ടീം, ഗണം, ജനറൽ സെക്രട്ടറിമാര്, വൈസ് പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഖജാൻജി, മോർച്ച പ്രസിഡന്റുമാര്, മോർച്ചയുടെ ഭാരവാഹികൾ, ഇവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരിലൂടെ വേണം
എന്നിനർപ്പിതമായ ചുമതല നിർവഹിക്കപ്പെടേണ്ടത് എന്ന ഒരു ബോധം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചേർത്ത് നിർത്തുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യകർത്താവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, ഞാൻ മണ്ഡലം പ്രസിഡന്റാണ്, ഞാൻ പ്രസംഗിച്ച് ശീലമില്ല, അതെനിക്കൊരു അയോഗ്യതയല്ല. എന്റെ ടീമിൽ പ്രസംഗിക്കാൻ കഴിയുന്ന അനേകം ആളുകളുണ്ട്, ഞാൻ അവരെ ഉപയോഗപ്പെടുത്തും. പണപ്പിരിവിന് ഞാൻ കുറച്ച് പുറകിലാണ്. ചിലർ അങ്ങനെ വിചാരിക്കും എനിക്ക് പാർട്ടിക്ക് വേണ്ടി പണം സമാഹരിക്കാൻ ഒരു പക്ഷെ കുറച്ച് പ്രയാസം. പക്ഷെ എന്റെ ടീമിൽ പ്രവർത്തിക്കുന്ന ഇന്ന ആളുണ്ട്, എവിടെ കൊണ്ടുപോയാലും പണം കിട്ടുന്ന ആളാണ്, പണം പിരിക്കാനും കൊടുക്കാനാണ് എന്റെ ടീമിലുണ്ട്. സമരം ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ ടീമിൽ അതിന് പറ്റിയ മിടുക്കലുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ടിയുടെ പ്രഭാവം നേടിയെടുക്കാൻ കഴിയുന്ന മേഖല ഏതെല്ലാം ഉണ്ടോ ആ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച അനേകം കാര്യകർത്താക്കൾ എന്നോടൊപ്പം ഉണ്ട്. പിന്നെ എനിക്കെന്താ പ്രശ്നം? ഈ ഒരു വിശ്വാസം നമ്മൾ ആർജിക്കാൻ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അന്ന് നമ്മൾ വിജയിച്ചു. മറിച്ച് ഞാനിപ്പോ ഒരു ജില്ലാ പ്രസിഡന്റാണ് അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റാണ്, ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകണം, എന്നെ വിളിച്ച് എനിക്ക് പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും, വേണ്ട പരിപാടി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയരുത്. പൊതുയോഗം വെച്ചിട്ടുണ്ട്, പ്രസംഗം വേണം, പ്രസംഗിക്കാവോ, ആണോ, തരണോ, നിശ്ചയിച്ചോളൂ. ഈ നിലയ്ക്കുള്ള ആത്മവിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും രൂഢമൂലമാകണം. നമ്മുടെ ടീമിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. പാർട്ടി നമ്മളിൽ ഏർപ്പിച്ച വിശ്വാസം സാക്ഷാത്കരിക്കാൻ ഈ ഒരു ടീം സ്പിരിറ്റ് നമ്മൾ കൈക്കൊണ്ട് നടക്കണം. ആ ടീം സ്പിരിറ്റിലൂടെ നമ്മുടെ മണ്ഡലം, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ഏരിയകൾ, നമ്മുടെ ബൂത്ത് തലം വരെ പാർട്ടിയുടെ വിജയം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും കാര്യകർത്താക്കളോട് പറയാറുണ്ട്, നമുക്ക് ഒരു കാര്യകർത്താവിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, രാഷ്ട്രീയ ബോധ്യം. രണ്ട്, രാഷ്ട്രീയ ബോധം. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കേൾക്കുമ്പോൾ സമാനമായ വാക്കുകളായിട്ട് തോന്നും. രാഷ്ട്രീയ ബോധം വേണം, രാഷ്ട്രീയ ബോധ്യവും വേണം ഒരു കാര്യകർത്താവിന്. എന്താണ് രാഷ്ട്രീയ ബോധം? ഇപ്പൊ നമ്മള് ജീവിക്കുന്ന പ്രദേശത്തൊരു റേഷൻ കടയുണ്ട് വിചാരിക്കുക. ആ റേഷൻ കടയിൽ ദൈനംദിനം ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാനായി ആളുകൾ ആ റേഷൻ കടയെ ആശ്രയിക്കും. അരി, ഗോതമ്പ്, പലവ്യഞ്ജനങ്ങൾ, മറ്റു മണ്ണെണ്ണ, കൊഴുപ്പ് കാര്യങ്ങൾ. ഗ്രാമമാണ്, ഗ്രാമവാസികൾ റേഷൻ കടയെ ആശ്രയിക്കുന്നവരാണ്. പക്ഷേ 1-2 ആഴ്ചയായി റേഷൻ കട വെറുതെ തുറന്നു വെക്കുക എന്നുള്ളതല്ലാതെ ഒന്നും അവിടെ ഇല്ല. അതൊരു പ്രശ്നമാണ്. നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. എങ്ങനെയാ രാഷ്ട്രീയ പ്രശ്നമായി വളർത്തിക്കൊണ്ടുവരിക? മഹാത്മജി രാഷ്ട്രീയത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചത് ജനങ്ങളുടെ ദൈനംദിന ജീവൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് രാഷ്ട്രീയം, അല്ലാതെ വേറെന്താ രാഷ്ട്രീയം? ജനങ്ങളുടെ ദൈനംദിന ജീവൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രദേശത്തെ റേഷൻ കടയിൽ ദൈനംദിന ജീവിത പ്രയാസങ്ങൾ അത് പരിഹരിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ കുറഞ്ഞ വിലക്ക് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണ്. അതാണ് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം, ആ ഗ്രാമത്തിന്റെ രാഷ്ട്രീയം. അങ്ങനെ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം ഒരു പാർട്ടി കാര്യകർത്താവിന്. എന്റെ റേഷൻ കടയിൽ സാധനങ്ങൾ വരുന്നില്ല, അതൊരു പ്രശ്നമാണ്, ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, അതാണ് എന്റെ രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയ ബോധം. രാഷ്ട്രീയ ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണേണ്ടത് ഞാനാണ്, എന്നോടൊപ്പം ബൂത്ത് കമ്മിറ്റിയിലുള്ള മറ്റ് 5 പേരാണ്, അല്ലെങ്കിൽ 10 പേരാണ്. ആ 10 പേരെ ഉപയോഗിച്ച് സംഘടിപ്പിക്കാൻ കഴിയുന്ന 125 പേരാണ്. ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണേണ്ടത് എന്റെ ചുമതലയാണ്, എന്റെ മാത്രം ചുമതലയാണ്, ഞാനത് ചെയ്തിരിക്കും. അതാണ് രാഷ്ട്രീയ ബോധ്യം. ബോധമുണ്ടായതുകൊണ്ട് കാര്യമില്ല. റേഷൻ കടയിൽ പണമില്ല, അരിയില്ല, മണ്ണെണ്ണയില്ല, ശരി, ബോധമുണ്ടായി. പക്ഷെ അത് പരിഹരിക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യം ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ആളുകൾ സ്വീകരിക്കില്ല. നക്ഷത്ര, നമ്മുടെ എന്താ പറയാ, നമ്മൾ സാധാരണ പറയാറില്ലേ, നക്ഷത്ര ശോഭയോടെ എന്നൊരു പ്രയോഗമുണ്ട്. എന്താ അതിന്റെ അർത്ഥം?
ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിന് സന്തോഷം പകരുന്ന, ശാന്തത പകരുന്ന, ശുഭാപ്തി വിശ്വാസം പകരുന്ന ഒരു പ്രതീകമൊക്കെ ആയിട്ടാണ് നക്ഷത്രത്തെ നമ്മൾ കാണുക. അപ്പൊ ആ നക്ഷത്രത്തിന്റെ ശോഭ എത്രത്തോളം ഉണ്ടോ അത്രയും ശോഭയോടുകൂടി നമ്മുടെ മനസ്സിനെ സജ്ജീകരിച്ചുകൊണ്ട്, നക്ഷത്ര ശോഭയോടെ നമ്മുടെ മനസ്സിനെ സജ്ജീകരിച്ചുകൊണ്ട് ഹരിത കുങ്കുമ പതാക, താമരാങ്കിതമായ ഹരിത കുങ്കുമ പതാക തോളിലേന്തി ഒരു 15 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ റേഷൻ കടക്ക് മുമ്പിൽ നമുക്ക് ഇരിക്കാൻ കഴിയുമോ? ജനങ്ങൾ നമ്മളെ നോക്കും. അതിലൂടെ അവർക്കൊരു വിശ്വാസം വരും, ആ ഇവർ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ കുട്ടികൾ നടന്നു പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, നമ്മൾ അവിടെ കുത്തിയിരിക്കുന്നു പഞ്ചായത്തിന്റെ മുമ്പിൽ, ഞങ്ങളുടെ റോഡ് നന്നാക്കിയില്ല. കുടിവെള്ളം കിട്ടുന്നില്ല, പൈപ്പുണ്ട് പക്ഷെ വെള്ളം വരുന്നില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ പോയിരിക്കണം ബന്ധപ്പെട്ട ഓഫീസിന്റെ മുന്നിൽ. നമ്മുടെ നാട്ടിൽ കഞ്ചാവ്, മയക്കുമരുന്ന് പോലുള്ള ദുരന്തങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നു. നമ്മൾ ജനങ്ങളെ മുൻനിർത്തി അതിനെതിരെ പടപൊരുതണം. ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ ബോധ്യം, രണ്ടും നമ്മൾ ആർജിക്കണം. നമുക്ക് വിജയം അകലെയല്ല. നോക്കൂ, ഇന്ന് കേരളത്തിൽ 20% വോട്ടുകൾ നമുക്കുണ്ട്. എന്നിട്ടും പറയുന്നത് കേരളത്തിൽ ഈ പാർട്ടി പച്ചപിടിക്കില്ല എന്ന്. കേരളം ഇന്ന് ഭരിക്കുന്ന ഭരണമുന്നണിയിലെ 2ാമത്തെ കക്ഷിക്ക് എത്ര ശതമാനം വോട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 8%. പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിക്ക് എത്ര MLA-മാരുണ്ട് നമുക്കറിയാം കണക്കൊക്കെ. നമുക്കാകെ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കായി പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ എണ്ണം 39 ലക്ഷമാണ്. നമ്മൾ നോക്കണം, 39 ലക്ഷം വോട്ട്. 2 കോടി ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 39 ലക്ഷം പേര് താമര ചിഹ്നത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഖ്യകക്ഷിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തു. 20% ഏകദേശം. ഈ 39 ലക്ഷം വോട്ടിനെ അസംബ്ലി സീറ്റായിട്ടൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാലോ? നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആനുപാതിക പ്രാതിനിധ്യ നിയമം അനുസരിച്ച് ചിട്ടപ്പെടുത്തി എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ കിട്ടുന്ന വോട്ടിന് ആനുപാതികമായി നമുക്ക് സീറ്റുകൾ തരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 140 MLA-മാരുള്ള കേരളത്തിൽ 20% വോട്ട് നമുക്കുണ്ടെങ്കിൽ ആ ശതമാന കണക്ക് നോക്കിയാൽ നമുക്ക് എത്ര MLA-മാര് വേണം? 20% MLA-മാര് കേരള അസംബ്ലിയിൽ നമ്മുടേതായിട്ട് വേണം. എന്ന് വെച്ചാൽ 28 MLA-മാർ നമുക്ക് ഇന്ന് കേരള അസംബ്ലിയിൽ വേണം. അത്രയും ശക്തി നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. 28 MLA-മാരെ സൃഷ്ടിക്കാനുള്ള വോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചാലോ, സാധാരണ നിലയ്ക്കൊരു അസംബ്ലി മണ്ഡലത്തിൽ 1.5 ലക്ഷം 1,80,000 വോട്ടൊക്കെയുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നാൽ വിജയിക്കാൻ ഒരു MLA ആയി വരാൻ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടണം? ഒരു 60,000 അല്ലെങ്കിൽ 70,000 അല്ലെങ്കിൽ 80,000 വോട്ട് കിട്ടണം. 80,000 എന്ന് നമ്മൾ കണക്കാക്കാം. ഒരു അസംബ്ലി മണ്ഡലത്തിൽ 80,000 വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും കേരളത്തിൽ. അങ്ങനെയാണെങ്കിൽ 39 ലക്ഷം വോട്ട് കിട്ടിയാൽ നമുക്ക് എത്ര MLA-മാര് വേണം? 39 ലക്ഷത്തെ നമ്മളൊന്ന് ഹരിച്ചു നോക്കുക. 80,000 50 MLA-മാര് നമുക്ക് വേണം. കോട്ടയം 40 MLA-മാര് നമുക്ക് വേണം. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ വൈചിത്രം കാരണം അതില്ല. ആ അവസ്ഥ മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എങ്ങനെ നമുക്കതിൽ കഴിയും? ഈ പറഞ്ഞ വികസിത ഭാരതം, വികസിത കേരളം, അതിലേക്ക് എത്താൻ വേണ്ടി നാമൊക്കെ വികസിത കാസർഗോഡ് ടീമാണ്. ടീം വികസിത കേരളമാണ്, ടീം വികസിത കാസർഗോഡാണ്. അപ്പൊ ആ നിലയ്ക്ക് ബൂത്ത് തലം വരെ നമ്മുടെ വിജയം ഉറപ്പുവരുത്താൻ കഴിയുന്ന ടീമിനെ നയിക്കേണ്ടവരോ അതിന്റെ ഭാഗമായി നിൽക്കേണ്ടവരോ ആണ് നാം ഓരോരുത്തരും എന്ന ചിന്തയോടെ നമുക്കിവിടെ നിന്ന് പിരിയാൻ കഴിയണം. ഇതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സജീവ്ജി നമ്മുടെ മുമ്പിൽ വയ്ക്കും. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമുക്കൊരു ലക്ഷ്യം നിർണയിച്ചു തന്നിട്ടുണ്ട്. 25% വോട്ട് ആകെ കേരളത്തിൽ. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് നമ്മൾ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറയും ബന്ധപ്പെട്ട പാർട്ടി കാര്യകർത്താക്കൾ. ആ ലക്ഷ്യം നേടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം. നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ജനപിന്തുണ വേണം.
നാം ജനപിന്തുണ ആർജിക്കുമ്പോൾ അതിനെ അപ്രസക്തമാക്കി കളയാനുള്ള മര്യാദകെട്ട ചില കൂട്ടുകെട്ടുകൾ അപ്പുറത്തുണ്ടാകും. നമുക്കൊരു 40% വോട്ടുണ്ട്, ഒരു 30% വോട്ട് UDF-നുണ്ട്, 30% വോട്ട് LDF-നുമുണ്ട്. ഈ 30 കൂട്ടി 60 നമ്മളെക്കാൾ കൂടുതലായി. ഇത് തമ്മിൽ കൂടുന്നില്ലെങ്കിൽ നമ്മൾ വിജയിക്കും. പക്ഷെ നമ്മളെ പരാജയപ്പെടുത്താനുള്ള മര്യാദകെട്ട സംവിധാനങ്ങൾ ഒരുങ്ങി വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് 51% വോട്ട് നമ്മുടെ പാർട്ടിക്ക് എന്ന് നമ്മളങ്ങ് ഉറപ്പിക്കണം. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ, വാർഡുകളിൽ നമ്മൾ വിജയിക്കണം, പഞ്ചായത്തുകളിൽ നമ്മൾ വിജയിക്കണം. നമ്മുടെ ഭരണമുള്ള പഞ്ചായത്തുകൾ അനേകം ഈ കാസർഗോഡ് ഉണ്ടാകണം. മുമ്പൊക്കെ ഞാനൊക്കെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി തീർന്ന സന്ദർഭത്തിൽ പ്രതീക്ഷയോടെ കേട്ടിരുന്ന പേരാണ് കാസർഗോഡ്. പ്രതീക്ഷയോടെ നോക്കിയിരുന്ന പേരാണ് കാസർഗോഡ്. ഇവിടെ 2-3 മണ്ഡലങ്ങളിൽ പാർട്ടി വിജയിക്കും MLA-മാരായിട്ട്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ വിജയിക്കും. കാസർഗോഡ് മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിക്കും, കാഞ്ഞങ്ങാട് നമ്മൾ ഭരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയുള്ള ഒരു സമൂഹം ഈ കേരളത്തിലുള്ള ആ പ്രതീക്ഷ പൂവണിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. കഴിവുള്ളവർ, കരുത്തുള്ളവരാണ്, ആശയദാർഢ്യമുള്ളവരാണ്, വീക്ഷണ വ്യക്തതയുള്ളവരാണ്, ലക്ഷ്യബോധമുള്ളവരാണ്. ഇതൊക്കെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ കർമ്മരംഗത്തിറങ്ങി നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാറുള്ളത്. വിജയം നമുക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കായി വിജയം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനേകം പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, റിട്ടയർ ചെയ്യുന്ന പോലീസ് DGP-മാരൊക്കെ ഇന്ന് പ്രതീക്ഷയോടെ കാണുന്നത് നമ്മുടെ പാർട്ടിയെയാണ്. അപ്പൊ മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരും ഒക്കെ ഇപ്പൊ വിമർശിക്കും, കണ്ടോ റിട്ടയർ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് BJP-യിലേക്ക് പോവാണ്. അതിലെന്താ അത്ഭുതം? ഇനിയിപ്പോ ഈ മന്ത്രിമാരായും മുഖ്യമന്ത്രിയായും ഒക്കെ ഇരിക്കുന്ന ആളുകൾ നാളെ റിട്ടയർമെന്റിന് ശേഷം പറ്റിയ ഒരു പാർട്ടി ഏത് എന്നൊരു ആലോചനയുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ പാർട്ടി അല്ലാതെ വേറെ ഏത് പാർട്ടിയാണ് അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുക? സർവ്വസാധാരണക്കാരായ ജനങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു. ജനങ്ങളുടെ ചിന്തയ്ക്ക് ശക്തി പകരാൻ നമുക്ക് കഴിയണം. നമ്മുടെ പാർട്ടിയെ സക്രിയമാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പാർട്ടിയെ ജനങ്ങളുടെ പാർട്ടിയാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ആത്മാർത്ഥമായ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, സാഹോദര്യ ഭാവനയോടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, ചുമലോട് ചുമൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിശ്ചയിച്ച് തരുന്ന ലക്ഷ്യപൂർത്തിക്ക് സാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ എനിക്ക് നൽകിയ സ്നേഹം, എന്നെ ചുമലിൽ അണിഞ്ഞ ഓരോ ഷാളും, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ, കഷ്ടപ്പെടുന്ന, തടവറ പോകേണ്ടി വന്ന, കണ്ണീരൊലിപ്പിച്ച് കഴിയുന്ന അമ്മമാരുടെ ചുമലിനെ കണിഞ്ഞതാണ് എന്നാണ് ഞാൻ കാണുന്നത്. എതിരാളികൾ ജീവിത സ്വപ്നങ്ങൾ ഏറെയുള്ളവരായിരുന്നു അവർ. പക്ഷേ യുവത്വ കാലത്ത് 22 വയസ്സിൽ, 25 വയസ്സിൽ, നേരത്തെ പറഞ്ഞില്ലേ ജയകൃഷ്ണൻ മാഷക്ക് എത്ര വയസ്സായിരുന്നു? തമ്മിലൂർ ചന്ദ്രേട്ടൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണികളൊപ്പം വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കൊല ചെയ്യപ്പെട്ടത്. ഇവിടെ കാസർഗോഡ് ഭാഗം എത്രയെത്ര നമ്മുടെ സഹോദരൻ എന്തിനു വേണ്ടിയാണ് അവർ ജീവൻ വെടിഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ഇപ്പോഴും ഈ ആക്രാമികമായി നമ്മെ ശത്രുതാഭാവത്തോടുകൂടി നശിപ്പിച്ചു കളയാനുള്ള ആരവങ്ങളോടെ നമ്മുടെ നേരെ പാഞ്ഞെടുത്തു വരുന്ന രാഷ്ട്രീയ ശക്തികൾക്ക് മുമ്പിൽ നെഞ്ചു വിടർത്തി നിന്നുകൊണ്ട് 1 ഇഞ്ച് ഞാൻ പുറകോട്ടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നത്? അത്തരം പ്രവർത്തകന്മാർ, അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ, ഒരുപാട് ബലിദാനികളുടെ വീടുകളിൽ പോയ അനുഭവം എനിക്കുണ്ട്. എത്രയെത്ര അമ്മമാരാണ് ഇപ്പോഴും കണ്ണീരുമായി കഴിയുന്നത്. ഭർത്താവിനെ വെട്ടിക്കൊന്നു, മകൻ പ്രായപൂർത്തിയായി യുവാവായപ്പോൾ മകനെയും വെട്ടിക്കൊന്നു. നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ ഒരു അമ്മയുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ചു. അങ്ങനെയുള്ള അനേകം അമ്മമാരുണ്ട് നമുക്കിടയിൽ, അനേകം ബന്ധുക്കളുണ്ട് നമുക്കിടയിൽ. അവരെയാണ് നിങ്ങൾ ആദരിച്ചത് എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ ആദരവിന് പൂർണ്ണമായ അർഹത നമ്മുടെ പാർട്ടിയിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരവും. നാളെ നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, MLA ആവാം, MP ആവാം, പഞ്ചായത്ത് മെമ്പർമാരാകാം. അതെല്ലാം ഈ പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയ നമ്മുടെ സഹോദരങ്ങൾക്കുള്ള അംഗീകാരമാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുള്ള ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്കാണ് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തെ ഞാൻ കാണുന്നത്. ശിരസ് നമിച്ചുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു. നിങ്ങളുടെ ആശീർവാദം ഒരു
രാജ്യസഭാ അംഗം എന്ന നിലയിൽ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും മാഷോട് പറയാൻ. ഒരു മടിയും വേണ്ട, മാഷോട് പറയാം. നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങൾ പാർട്ടി സംവിധാനത്തിലൂടെ ആലോചിച്ച് നമുക്കതെല്ലാം ചെയ്യാനും കഴിയും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലയിലും വേണ്ടത് എന്താണോ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് അത്തരം കാര്യങ്ങളിൽ. അതൊക്കെ നമ്മുടെ ജില്ലാ അധ്യക്ഷ വഴി അല്ലെങ്കിൽ നമ്മുടെ സംഘടനാ സംവിധാനം വഴി നമുക്ക് ആലോചിക്കാവുന്നതാണ് ഭാവിയിൽ. അക്കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം. അടുത്തതായി എല്ലാവർക്കും ചായയുടെ സംവിധാനമുണ്ട്. 10 മിനിറ്റ് സമയം. അതിലേക്ക് മുമ്പ് മികച്ച കഴിഞ്ഞ വാർഡ് സമ്മേളനങ്ങളിൽ മികച്ച പ്രകടനം വെച്ച മണ്ഡലത്തിനും പഞ്ചായത്തിനും ഉള്ള അനുമോദനമാണ് കഴിഞ്ഞ കാലയളവിൽ പാർട്ടി നിർദ്ദിഷ്ട പ്രകാരം സംഘടനാ സംവിധാന പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും മികച്ച വാർഡ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയാണ്. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റും ഭാരവാഹികളെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും മികച്ച രീതിയിൽ വാർഡ് സമ്മേളനങ്ങളാണ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാപരമായും അതോടൊപ്പം തന്നെ സംഘടന നിർദ്ദേശിച്ച രീതിയിലും പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും BJP ജില്ലാ കമ്മിറ്റിയുടെ പേരിലും അവർക്ക് അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മികച്ച പഞ്ചായത്ത് വാർഡ് സമ്മേളനം പൂർത്തീകരിച്ച മികച്ച പഞ്ചായത്തും തൃക്കരിപ്പൂർ പഞ്ചായത്ത് തന്നെയാണ്. അവർക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമിതിക്ക് വേണ്ടി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഇൻചാർജ് ശ്രീ ഭാസ്കരൻ എന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഇൻചാർജ്. തൃക്കരിപ്പൂർ പഞ്ചായത്തും മുഴുവൻ വാർഡുകളിലും നല്ല രീതിയിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള വാർഡ് സമ്മേളനങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ളത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിനും പാർട്ടിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സേവാ പാക്ഷികം എന്നൊരു പരിപാടി പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആത്മനിർഭർ ഭാരത് പദ്ധതി അതുപോലെയുള്ള പരിപാടികളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചിത്രരചന മത്സരം കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള വിജയികളെ മൊത്തം 35ഓളം കുട്ടികളാണ് ആ ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാം സമ്മാനമായി നിഗ്ന മികച്ച ചിത്രം വരച്ചത് GUPS സ്കൂളിലെ കാസർഗോഡ് സ്കൂളിലെ കുട്ടിയാണ്. വേദിയിലേക്ക് പ്രധാനമന്ത്രിയുടെ സ്വപ്നമായിട്ടുള്ള ഈ രാജ്യം 2040 ആകുമ്പോഴേക്കും ഏത് തരത്തിൽ ആയിരിക്കും എന്നത് കുട്ടികളുടെ സങ്കല്പത്തിൽ നിന്നുമാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ചിത്രരചനയാണ് ആ കൊച്ചുകുട്ടി വരച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഉജ്വൽ SGKHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഉജ്വൽ. കുട്ടിയും മികച്ച രീതിയിൽ പ്രധാനമന്ത്രിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ 2040 ഭാരതം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് വരച്ച് കാണിച്ചു തന്ന ഉജ്വലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ തേർഡ് പ്രൈസ് വേദിക GHS എഡിറ്റർ വേദിക എന്ന കുട്ടിയും ആ കുട്ടിയുടെ കാഴ്ചപ്പാട്
കാഴ്ചപ്പാടിൽ വളരെ ഭംഗിയായി തന്നെ ചിത്രരചനയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ 3 പേർക്കും, അതോടൊപ്പം തന്നെ ഈ ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും BJP ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ST/SC മോർച്ചയുടെ നേതൃത്വത്തിൽ ആത്മനിർഭർ ഭാരതിന്റെ സ്വദേശി ഉൽപ്പന്നങ്ങൾ താഴെ ലൈബ്രറി വിപണനത്തിൽ വെച്ചിട്ടുണ്ട്. മുഴുവൻ പാർട്ടി നേതൃത്വം അതിനെ സഹകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താഴെ ചെറിയൊരു ചായയുടെ സംവിധാനം ആക്കിയിട്ടുണ്ട്. 10 മിനിറ്റ് ഷൈനി പോള് നമ്മുടെ പുതുമ മണ്ഡലത്തിന്റെ പ്രസിഡന്റ്. ശിവജിയാണ് ST മോർച്ചയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്. പ്രദീപ് പുതുമ മണ്ഡലത്തിന്റെ ജനറൽ സുനിൽ അന്തപുര കുമ്പള മണ്ഡലത്തിന്റെ മതശാസ്ത്രം. അശ്വിനി ജില്ലാ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത്. നമ്മൾ രണ്ടാം ഒരു പ്രാവശ്യം ഒരേ പറയുന്നതാണ്. അവർ ബ്ലോക്ക് മെമ്പറാണ്. ശ്രീധര വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. വെള്ളൂരിന്റെ ജില്ലാ സെക്രട്ടറി നാരായണ നായിക്കാണ്. ഇവര് ST മോർച്ച ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും. സാഗരാണ് നീലേശ്വരം മണ്ഡലത്തിന്റെ പ്രസിഡന്റ്. ഭാസ്കരനാണ് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്. സജീവ് ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി വെള്ളരിക്കുണ്ട് മണ്ഡലത്തിന്റെ മണ്ഡല പ്രസിഡന്റ്. നമ്മുടെ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രമണി. ചേച്ചിയുടെ കൗൺസിലറാണ്. പിന്നെ നമ്മുടെ ജില്ലാ അനിത നായിക്കാണ് മഹിളാ മോർച്ച മണ്ഡല ജില്ലാ സെക്രട്ടറി ഇത് നമ്മുടെ മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറിയാണ് പ്രേമലത പെമ്പുള. PD ഭരതേജൻ ST മോർച്ചയുടെ വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ് വൈസ്
നമസ്തേ. നമ്മുടെ മധുരത്തിന്റെ വെസ്റ്റഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഒന്ന് യോഗ വച്ചക്കാരുണ്ട് അശ്വിനോട് ഇവിടെ നമ്മൾ സുധാമായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് യോഗ വച്ചക്ക് എല്ലാ യോഗ വച്ചക്കാരുണ്ട് നമ്മുടെ യോഗ വച്ചക്ക് ജില്ലാ ഒരു മിനിറ്റ് അശ്വിൻ രണ്ടെങ്ങനെ ശരി ശരി ഇങ്ങോട്ട് വൈറ്റില്ല ഒന്ന് ഇങ്ങോട്ട് ആയിട്ടില്ല സരോജി ഓക്കെ ശരി അടുത്തത് ഈ പരിപാടി നിലവിളക്ക് കൊടുത്തല്ല അത് മൊബൈൽ മൊബൈൽ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാണ് അടുത്ത ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള രാജ്യസഭാ MP ശ്രീ സദാനന്ദൻ മാഷെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിന്നാ മതി അതേ സൈഡ് ഓട്ടറാണല്ലോ അത് അല്ല മേലെ വെളുതരില്ല भारत माता की जय जय भारत माता जय जय भारत माता जय बीजेपी जय बीजेपी
ഏറെ അഭിമാനം പകരുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി അശ്വിനിജി, നമ്മുടെ ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന പാർട്ടിയുടെ സംസ്ഥാന സെൽ കോർഡിനേറ്ററും പാർട്ടിയുടെ കാസർഗോഡ് മണ്ഡലം ജില്ലാ പ്രഭാരിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് വി കെ സജീവൻ അവർ, പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീകാന്ത് അവർ, മുതിർന്ന പാർട്ടിയുടെ നേതാക്കൾ ബഹുമാന്യരായ ശ്രീ സഞ്ജീവ് ഷെട്ടി, സവിത ടീച്ചർ, പ്രിയപ്പെട്ട ശ്രീ രവിയേട്ടൻ വി രവീന്ദ്രൻ അവർ, ശ്രീ സുരേഷ് ഷെട്ടി, ശ്രീ സതീഷ് ഭണ്ഡാരി, നേരത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ വേലായുധൻ, പ്രമീള ശ്രീ നായിക്ക്, സുധാമാജി, നമ്മുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബാബുരാജ് അവർ, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ രമേശ് ജി, ശ്രീ പി ആർ സുനിൽ തുടങ്ങി വേദിയിലുള്ള, ഞാൻ പേര് പറയാത്തതും വേദിയിൽ നമ്മോടൊപ്പം ഉള്ളതുമായ മുഴുവനായ പാർട്ടിയിലെ കാര്യകർത്തവ സഹോദരങ്ങൾ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള പാർട്ടിയുടെ കർമ്മധീരരായ കാര്യകർത്തവ സഹോദരങ്ങൾ, സംസ്ഥാന സമിതിയിലും സംസ്ഥാന ഭാരവാഹികളായും ജില്ലാ ഭാരവാഹികളായും മണ്ഡലം ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാവർക്കും സ്നേഹപൂർവ്വമായ നമസ്കാരം.